തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന മുന്തിരിത്തോട്ടത്തിന്റെ നയനമനോഹര കാഴ്ച ഇനി കോട്ടയം പള്ളത്തും. പള്ളം സ്വദേശികളായ സഹോദരന്മാർ ശ്രീകുമാറും ശ്രീപ്രകാശുമാണ് ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമകൾ. ഇവരുടെ സ്വന്തം പുരയിടത്തിൽ 7.5 സെന്റ് സ്ഥലത്താണ് മുന്തിരി കൃഷി. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സീനിയർ മാനേജറായി വിരമിച്ചയാളാണ് ശ്രീകുമാർ. തമിഴ്നാട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മുന്തിരിത്തോട്ടങ്ങൾ സന്ദർശിച്ച വേളയിലാണ് നാട്ടിലും കൃഷി തുടങ്ങിയാലോ എന്ന ആലോചന വന്നത്. അനുജൻ ശ്രീപ്രകാശിന്റെ പൂർണ്ണ പിന്തുണയും ലഭിച്ചതോടെ ഇവർ മുന്തിരി കൃഷി തുടങ്ങി. പാല, ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിലെ നഴ്സറികളിൽ നിന്നും തൈകൾ വാങ്ങി നട്ടു. ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. വളരെയേറെ ശ്രദ്ധയോടെ വേണം ഇവ പരിപാലിക്കാനെന്ന് ശ്രീകുമാറും ശ്രീപ്രകാശും പറയുന്നു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് തീക്കട്ട പോലെ എരിയുന്ന വെയിൽ വേണം. മുകൾ ഭാഗത്ത് നല്ല വെയിൽ, ഇലഭാഗത്ത് നല്ല വെയിലും വേണം. താഴെ കുഴിച്ചു വയ്ക്കുമ്പോൾ ഇത് ഈ പടർപ്പൻ പുല്ല് വേരോടുന്നത് പോലെയാണ് വേരുകൾ പോകുന്നത്, അല്ലാതെ ആഴത്തിലേക്ക് വേരുകൾ പോകുന്നില്ല. അപ്പം മുകൾ ഭാഗത്ത് എപ്പോഴും ഒരു നനവുണ്ടായിരിക്കണം. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഐസ് കട്ടയൊക്കെ ഇടാറുണ്ടോ. ഞങ്ങൾ അതിലേക്കൊന്നും പോയില്ല. വളമായിട്ട്, അടിസ്ഥാന വളമായിട്ട് ജൈവവളങ്ങൾ മാത്രമേ ഇട്ടുള്ളൂ. കെമിക്കൽ തൊട്ടിട്ടില്ല ഇതിൽ. ജൈവവളങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ചാണകപ്പൊടി, വേപ്പൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, പിന്നെ ഇറച്ചി കഴിയ വെള്ളവും മീൻ ചിക്കനും മീനും. പക്ഷെ ഞങ്ങൾക്ക് അത് അധികം കിട്ടിയിട്ടില്ല. വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. 2025 മാർച്ച് മാസത്തിലാണ് തൈകൾ നട്ടത്. കൃത്യമായ പരിചരണത്തിലൂടെ 8-ാം മാസം തൈകൾ പൂത്തു. 4 മാസം വേണം വിളവാകാൻ. 1 വർഷത്തിൽ 3 പ്രാവശ്യം വിളവെടുക്കാൻ കഴിയും. മുന്തിരി കൃഷി വിജയമായതോടെ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശ്രീകുമാറും ശ്രീപ്രകാശും. ന്യൂസ് ബ്യൂറോ, കോട്ടയം.